+1 കോമേഴ്സ് ഫാമിലി. അപ്പൊ നിങ്ങളുടെ ഓണ പരീക്ഷ ഒക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഒഫീഷ്യലി ഒരു ഓണം എക്സാം ഇല്ലായിരുന്നു എങ്കിൽ പോലും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഫോം ചെയ്ത് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട്സ് ഒക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും അല്ലെ. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കൺഫ്യൂഷൻ ആണ്. അതായത് നിങ്ങൾ 10th കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണല്ലോ ഈ 11th നിങ്ങൾ പുതിയൊരു സ്ട്രീം എടുക്കുക. സയൻസ് സ്റ്റുഡൻസിനെ പോലെ അല്ല, നിങ്ങൾക്ക് കുഞ്ഞിലെ തൊട്ട് ബേസ് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് അല്ല. നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് ആണ്. അപ്പം അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ ഒരു ഫസ്റ്റ് ടേമിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നിങ്ങൾ വീക്ക് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ റിസൾട്ട്സ് എന്തുമാവട്ടെ, ചിലവർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത അത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അതിലും കുറഞ്ഞു പോയവർ കാണും. നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ, നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആയിരുന്നു. കോമേഴ്സ് ആസ് എ കോമേഴ്സ് സ്റ്റുഡൻറ് നിങ്ങൾ ആദ്യം എഴുതിയ ഒരു പരീക്ഷയായിരുന്നു ഈ ടേം 1 നിങ്ങൾ എഴുതിയ എക്സാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എഴുതിയാലായിരിക്കും മാർക്ക് കിട്ടുന്നത് എന്നുള്ളൊരു ഐഡിയ കാണത്തില്ലായിരുന്നേനെ. പക്ഷെ ഇനിയും നിങ്ങൾക്ക് ആ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഏകദേശം ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ ആയിരിക്കും വരുന്നത് എന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് ആണ് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ടേമിൽ നമുക്ക് ക്രിസ്മസ് എക്സാം ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പോർഷൻസ് വരുന്ന ടേമാണ് സെക്കൻഡ് ടേം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 3 ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ബിസിനസ് സ്റ്റഡീസിന്റെ കേസാണ് എടുക്കുന്നത്. 3 ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഷോർട്ട് എസ്സേ, ഒരു ലോങ് എസ്സേ വരുന്ന 3 ചാപ്റ്ററുകളായിരുന്നു നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു. പക്ഷെ ഇനി വരാനായിട്ട് പോകുന്നത് നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ്. സെക്കൻഡ് ടേമിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് പഠിക്കണം. തേർഡ് ടേമിൽ ഫസ്റ്റ് ടേം പഠിച്ച പോലെ തന്നെ 3 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. പക്ഷേ ഈ സെക്കൻഡ് ടേം നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ടേമിൽ നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആദ്യത്തെ ഇനിയും പഠിക്കാനായിട്ട് പോകുന്ന 4th ചാപ്റ്റർ ആണ്, അത് ബിസിനസ് സർവീസ് ആണ്. 10 മാർക്ക്, അതായത് നിങ്ങൾക്ക് എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാർക്ക് അല്ലെങ്കിൽ സ്കോർ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ വിടരുത്. ഈ ഒരു സ്കീം ഓഫ് വർക്ക് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അതായത് ഇന്ന ചാപ്റ്റർ എത്ര മാർക്കിനുള്ളത് കാണും, അതിനനുസരിച്ച് വേണം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. അടുത്തത് എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്, അത് ചെറിയൊരു ചാപ്റ്റർ ആണ്. 5 മാർക്കിനാണ് വരുന്നത്. ചെറിയ ഷോർട്ട് മാർക്സിനൊക്കെ വരില്ലേ, 2 മാർക്സിനും 4 മാർക്സിനും ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. 6ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഈ പേര് പോലെ തന്നെ ഒരു ലോങ് എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചാപ്റ്ററാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. സ്ഥിരമായി 4 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ വെറുതെ വിടരുത്. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് മടിയൊന്നും വെക്കണ്ട. ആ ടോപ്പിക്സ് വളരെ ക്ലിയർ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇതിൽ നിന്ന് വരുന്നത്. പക്ഷെ അത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ എഴുതി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. 7ാമത്തെ ചാപ്റ്റർ ആണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. അത് മെയിൻ എസ്സേ, അതായത് 8 മാർക്സിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഈ 8 മാർക്സിന് വരുന്ന ചാപ്റ്റേഴ്സ് ഒന്നും വെറുതെ വിടരുത്. അതിൽ നിന്ന് എപ്പോഴും മെയിൻ എസ്സേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 8ാമത്തെ ചാപ്റ്റർ ആണ്, അതായത് ടേം 2ലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കുറേ ടേംസുകൾ നിങ്ങൾ അതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആദ്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാം. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു ടേം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം 12th കയറുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ABCD പഠിച്ചിട്ടാണല്ലോ അടുത്ത ലെവലിലോട്ട് നമ്മളൊരു വേർഡ് ഫോം ചെയ്യാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ +1 നിങ്ങൾ അതിൻ്റെ ഒരു ബേസ് പഠിക്കുന്നു. അതിൻ്റെ ഇച്ചിരി കൂടെ ലെവൽ കൂടിയതായിരിക്കും +2 വരുന്നത്. അപ്പം നിങ്ങളിത് വളരെ എൻജോയ് ചെയ്ത് പഠിക്കുക. എൻജോയ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിസിനസ് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ ഞാനും അൻസിയമിസും റെഡിയാക്കി തരുന്നതായിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ റെഗുലറായിട്ട് യൂട്യൂബിൽ ലൈവ് പോകുമ്പം ലൈവുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്കിപ്പം ഫസ്റ്റ് ടേമിൻ്റെ മാർക്ക് ഷീറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പം ഏകദേശം മനസ്സിലായി നിങ്ങളുടെ ഒരു ലെവൽ എന്താണ്, അല്ലെങ്കിൽ കോമേഴ്സ് നിങ്ങളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി എഫേർട്ട് ഇടുക. ഓക്കെ, നമ്മൾ എഫേർട്ട് ഇട്ടാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക ഇപ്പം തന്നെ. അതായത് പഠിപ്പിക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. കോമേഴ്സ് അല്ലേ പിന്നെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ തിയറി സബ്ജക്ട്സ് ഒക്കെ ഇച്ചിരി പ്രശ്നമാകും. നിങ്ങൾക്ക് വായിച്ച് തീരാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥയിൽ വരും. ആ ഒരു അവസ്ഥ ഒരിക്കലും നിങ്ങൾ ഫേസ് ചെയ്യരുത്. ദയവേത് പറയുവാണ്, ക്രിസ്മസ് എക്സാമിന് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 5 ചാപ്റ്ററും അത്യാവശ്യം ലെങ്ത് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതിനുവേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ യൂട്യൂബ് ലൈവുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ചില സബ്ജക്ട്സ് പാടാണ്, അല്ലെങ്കിൽ ഈ ഒരു +1 ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ ഒരു
ചാനൽ അവരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഗ്രോ ചെയ്ത് വരുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിലൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ വെച്ച് കാണാം. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ഇവിടെ എല്ലാവരും റെഡിയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. അപ്പം ലൈവ് ക്ലാസ്സുകളിൽ വെച്ച് കാണാം.